വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബിന്റെ അപാരമായ ആദരവിന് അർഹരായവരാണല്ലോ നാം. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്നതാണ് ഖുർആന്റെ ഭാഷ്യം. മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ സ്വാതന്ത്ര്യവും തിരിച്ചറിവുകളും നൽകിയിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ ലഭിക്കുമ്പോഴും അതിൽ നാഥൻ നിശ്ചയിച്ച അതിരുകൾ കൃത്യപ്പെടുത്തി ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകുന്നത്. അതിരുകൾ എന്നും ഭംഗിയാണ്. കളിക്കളത്തിൽ അതിരു നിശ്ചയിച്ചില്ലെങ്കിൽ കളിക്ക് തന്നെ അർത്ഥമില്ലാതെ ആവുകയാണല്ലോ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അതിരുകൾ പാലിക്കാതെ ജീവിതം ഭംഗിയാവുകയില്ല എന്നതാണ് വസ്തുത. ഈ അതിരുകൾ പാലിക്കുന്നവനാണ് സ്വർഗം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇതാണെന്നിരിക്കെ സകല അതിരുകളും പൊട്ടിച്ചെറിഞ്ഞ് യാതൊന്നിൻ്റെ നിയന്ത്രണത്തിലാവാതെ എനിക്ക് ഞാൻ മതിയെന്ന നവ ഉദാരവാദികളുടെ പുതിയ വാദം നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ശരീരം നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ? ഒരസുഖം വന്നാൽ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത നമുക്ക് എങ്ങനെയാണ് ആ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നിശ്ചയിക്കുവാൻ സാധിക്കുക? ഹലക്കിന് അവകാശപ്പെട്ടവൻ തന്നെയാണ് അമ്രിനും അവകാശപ്പെട്ടവൻ. ഈ ബോധ്യം ഇല്ലാതാവുന്നിടത്താണ് ലിബറലിസം വേരൂന്നുന്നത്. അപ്പോഴാണ് തട്ടം നമുക്ക് ഭാരമാകുന്നത്, വസ്ത്രം അധികപ്പെറ്റാകുന്നത്, ഇസ്ലാമിക അടയാളങ്ങൾ കുറച്ചിലാകുന്നത്, ആൺ പെൺ ഇടകലരലുകൾ സാധാരണീകരിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ഈ വിഷലിപ്തമായ ആശയങ്ങൾ നമ്മുടെ വീടകങ്ങളിലടക്കം എത്തിയിരിക്കുന്നു എന്നതാണ് സത്യം. കാലം എത്രയൊക്കെ മാറിയാലും ഇസ്ലാമിൻ്റെ അധ്യാപനം